പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചൊവ്വ വിശുദ്ധ അന്തോണീസിന് പ്രതിഷ്ഠിതമായ ദിനത്തിലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേക മാധ്യസ്ഥതയിൽ നമുക്ക് മുൻപേ കടന്നുപോയ ജ്യേഷ്ഠ സഹോദരനാണ്, സ്വർഗത്തിലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് വിശുദ്ധ അന്തോണീസ്. അവരുടെ പടം വണങ്ങുക, ചെട്ടിക്കാട് പോവുക, തൃശ്ശൂർ ലാറ്റുപടി, അത് മാത്രമല്ല സഹോദരങ്ങളെ, ശരിക്ക് അങ്ങനെ ഒരു വിശുദ്ധനെ നൽകുക വഴി അവനും അവൾക്കും സാധ്യമായത്, വിശുദ്ധ അന്തോണീസിന് സാധ്യമായത് എനിക്കും സാധ്യമാണ് എന്ന് ഓരോ വിശുദ്ധനും ഓരോ വിശുദ്ധയും അവരിലൂടെ സ്വർഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വചനം പറയുന്നത്. അത് സങ്കീർത്തന പുസ്തകം 94:22. അവിടെ വചനം ഇങ്ങനെയാണ്: എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. ഞാൻ എൻ്റെ സഹോദരങ്ങളെ, പൗരോഹിത്യ ജീവിതത്തിലെ അനേകം മക്കളെ കണ്ടിട്ടുണ്ട്. അതായത് രണ്ട് രീതിയിലുള്ള ജനങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്തവരാരുമില്ല. നമുക്ക് ഇച്ചിരി പിരിവെട്ട്, അതായത് ഇച്ചിരി ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമുള്ളതായിട്ട് അനുഭവപ്പെടും. ബാക്കി എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഈ പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ തോളിലാണ്, കർത്താവ് എന്നെ പരിപാലിക്കും. ഇങ്ങനെ ബോധ്യമുള്ളവരും ഈ ഒരു ബോധ്യമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, പ്രിയ സഹോദരങ്ങളെ, ശരിക്കും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഇന്ന് വചനതാണ്: എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇത് അധരം കൊണ്ട് പറയുക എന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. കർത്താവാണ് എൻ്റെ ശക്തി കേന്ദ്രം. ഒരു സൈന്യം മുഴുവൻ എനിക്കെതിരെ തമ്പടിച്ചാലും, ഒരു വലിയൊരു സമൂഹം എനിക്കെതിരെ തിരിഞ്ഞാലും, എൻ്റെ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയാണ് എന്ന് ഈ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നമുക്ക് എല്ലാവരോടും, പ്രിയ സഹോദരങ്ങളെ, അതായത് നമ്മളുടെ ദൗത്യം മുന്നോട്ട് പോകാനും പറ്റും. അതേസമയം തന്നെ എല്ലാവരോടും നമുക്കൊരു സഹിഷ്ണുതാ മനോഭാവത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പാപത്തെ നമുക്ക് ഓർക്കാനും പറ്റും. ഹല്ലേലൂയ. ഇത്തരത്തിലുള്ളൊരു അഭിഷേകത്തിലേക്ക് സ്വർഗം നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളുടെ ഇന്നലെ കുറേ പേര് വിളിച്ച് ചോദിച്ചായിരുന്നു, അച്ഛോ ഞായറാഴ്ച നമ്മളുടെ ഹോറർ മിനിസ്ട്രിയുടെ 100ാമത്തെ എപ്പിസോഡാണ് ചെയ്തത്, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ കുറേ പേര്. ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും അത് വിട്ടുപോയി സഹോദരങ്ങളെ. ശരിക്കും ഇന്നലേക്ക് കുറേ സമയം ഉച്ചയ്ക്ക് ശേഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങളുടെ പ്രത്യേകമായിട്ട് ഓർത്ത് ഫോൺ ചെയ്തതിനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 100,000 പരിപാടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്യും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ നിങ്ങളത് ഗൗരവത്തോടെ അത് ശ്രദ്ധിക്കുന്നു. അച്ഛാ അതിനോർത്ത് ഈശ്വരക്ക് നന്ദി പറയണുണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഓർത്ത് നന്ദി പറയുന്നതിൻ്റെ വചനമാണ്. നിങ്ങൾ സാധിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.